ഹലോ, യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കാടമുട്ട റോസ്റ്റാണ്. കുറച്ച് സ്പൈസിയും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള കാടമുട്ട റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റോസ്റ്റ് ഉണ്ടാക്കാനായി ഞാനിവിടെ 12 കാടമുട്ട എടുത്തു വെച്ചിട്ടുണ്ട്. അത് പുഴുങ്ങി തൊലി കളഞ്ഞ് ഒരു ബൗളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു വലിയ സവോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരിടത്തരം തക്കാളി പേസ്റ്റ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്കൊരു മസാല ചതച്ചെടുക്കാനുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 6 ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മൾക്കൊന്ന് ചതച്ചെടുക്കണം. മസാലക്കൂട്ട് ഞാനിവിടെ ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കാടമുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു കടായി ചൂടായി വരുമ്പം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി നമ്മൾക്ക് ചേർക്കാം. നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇടാം. ഇനി നന്നായി വഴറ്റി പച്ചമണം മാറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഞാനിവിടെ 12 കാടമുട്ടയുടെ അളവാണ് പറയുന്നത്. നിങ്ങൾ കൂടുതൽ കാടമുട്ട എടുക്കുന്നുണ്ടെങ്കിൽ അളവ് കൂട്ടിയെടുക്കേണ്ടതാണ്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി വഴറ്റിയെടുത്ത് പൊടികളുടെ എല്ലാം പച്ചമണം മാറ്റിയെടുക്കാം. ഇപ്പോൾ മസാലപ്പൊടികളെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ചേർക്കാം. റോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമ്മൾക്കിപ്പോൾ ചേർക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായി വഴറ്റി തക്കാളിയൊക്കെ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ മസാലക്കൂട്ടെല്ലാം നന്നായി ഒന്ന് വെന്ത് വരാൻ വേണ്ടി ചെറു തീയിലൊന്ന് 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. നമ്മൾക്ക് 2 മിനിറ്റിന് ശേഷം നമ്മൾക്ക് മൂടി തുറന്ന് നോക്കാം. വെള്ളമെല്ലാം വറ്റി മസാലയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങിയെടുത്ത് വെച്ചിരിക്കുന്ന കാടമുട്ട ചേർക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയെല്ലാം കാടമുട്ടയിൽ പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഈ മുട്ടയിലേക്ക് മസാലയെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി 2 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ചെറു തീയിലൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം ഞാൻ മൂടി തുറന്നിട്ടുണ്ട്. ഇപ്പോൾ മസാലയെല്ലാം മുട്ടയിലേക്ക് നന്നായി പിടിച്ച് കാടമുട്ട റോസ്റ്റ് നല്ല റെഡിയായി വന്നിട്ടുണ്ട്.
ഇത് മതിയാകും. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കാടമുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.